വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമയോഗം ശ്ലോകം 7-8. മമ അംശ ജീവലോകേ ജീവലോകേ ജീവഭൂത സനാതന മന ഷഷ്ട ഇന്ദ്രിയാണി ഷഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഹരേ കൃഷ്ണ. ജയമാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. മമ ഏവ എന്റെ തന്നെ, സനാതനമായ, അംശമായ, ജീവഭൂത ബദ്ധജീവാത്മാക്കൾ, ജീവലോകെ ബദ്ധജീവലോകത്തിൽ, പ്രകൃതിസ്ഥാനി പ്രകൃതിസ്ഥിതങ്ങളായ, മനഃഷഷ്ടാനി മനസ്സാകുന്ന ആറാമത്തോടുകൂടിയ, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, കർഷതി ആകർഷിച്ച് കഷ്ടപ്പെടുന്നു. വിവർത്തനം. ശ്രീല പ്രഭുപാദ് ജയ്. എന്റെ ശാശ്വതാംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തക്കളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് ജയ്. ജീവസത്തയുടെ വ്യക്തിത്വം വെളിവാക്കുന്ന ഈ ശ്ലോകം പരമപുരുഷന്റെ ചെറിയൊരംശമാണ് ജീവാത്മാവ്. എന്നും അങ്ങനെ തന്നെയായിരിക്കും. ബദ്ധാവസ്ഥയിൽ വ്യക്തിഗത ഭാവം കൈക്കൊള്ളുന്നതാണെന്ന് മുക്തി നേടിയാൽ പരമപുരുഷനിൽ ലയിച്ച് ഭഗവാനുമായി താദാത്മ്യം പ്രാപിക്കുന്നുവെന്നും പറയുന്നത് ശരിയല്ല. ജീവൻ എന്നും അംശഭൂതനാണ്. സനാതന എന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. വേദങ്ങളനുസരിച്ച് ഭഗവാൻ അനേകം വിസ്തരണങ്ങളിലൂടെ ആവിർഭവിക്കുന്നുണ്ട്. അവയിൽ പ്രാധാന്യമേറിയവയെ വിഷ്ണു തത്വമെന്നും രണ്ടാം തരമായ മറ്റുള്ളവയെ ജീവാത്മാക്കളെന്നും പറയുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ വിഷ്ണുതത്വമാണ് സ്വാംശമെന്ന് പറയുന്നവ. വിഭിന്നാംശങ്ങൾ ജീവാത്മാക്കളും. സ്വാംശങ്ങളിൽ ശ്രീരാമൻ, നരസിംഹം, വിഷ്ണുമൂർത്തി എന്നിവരും വൈകുണ്ഠഗ്രഹങ്ങളിലുള്ള പ്രധാന ദേവന്മാരും ഉൾപ്പെടും. വിഭിന്നാംശങ്ങളായ ജീവാത്മാക്കൾ നിത്യദാസരാണ്. ഭഗവാന്റെ സ്വാംശങ്ങൾക്ക് വ്യക്തിഗതമായ ദൈവതഭാവം എല്ലായ്പ്പോഴും ഉണ്ട്. അതുപോലെ വിഭിന്നാംശങ്ങൾക്കുമുണ്ട് തനതായ വ്യക്തിത്വം. അംശങ്ങൾ എന്ന നിലയിൽ ജീവാത്മാക്കൾ ഭഗവത് ഗുണാംശങ്ങളെയും ഉൾക്കൊള്ളുന്നു. അവയിലൊന്നാണ് സ്വാതന്ത്ര്യം. വ്യക്തിഗതാത്മാവെന്ന നിലയിൽ ഓരോ ജീവസത്തയ്ക്കും വ്യക്തിത്വമുണ്ട്. അതോടൊപ്പം പരിമിതമായ സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ജീവൻ ബദ്ധാത്മാവായി തീരുന്നു. സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് വേണ്ടുവിധമാണെങ്കിൽ അവയിൽ നിന്ന് മോചനം നേടാം. ഏതു വിധത്തിലും പരമപുരുഷനെ പോലെ ജീവാത്മാവിന് ഗുണങ്ങളാൽ ശാശ്വത തത്വമുണ്ട്. മുക്തനായ ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിക്ക് അടിമയല്ല, മറിച്ച് അയാൾ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ ഏർപ്പെടുന്നു. ബദ്ധമായ ജീവിതത്തിൽ ആ ജീവൻ ഭൗതികമായ ത്രിഗുണങ്ങൾക്ക് വശപ്പെടുകയും അങ്ങനെ പ്രേമഭരിതമായ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യാൻ മറന്നുപോവുകയും ചെയ്തേക്കാം. അതിന്റെ ഫലമായി ഈ ഭൗതിക ലോകത്തിൽ തന്റെ ജീവിതം നിലനിർത്താൻ ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഇടവരും. എല്ലാ ജീവാത്മാക്കളും മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല, ഭൗതിക പ്രപഞ്ചത്തെ ഭരിച്ചു പോരുന്ന ബ്രഹ്മ, വിഷ്ണു, ശിവാദികളും പരമ പുരുഷാംശങ്ങളാണ്.
അവരാരും ക്ഷണിക നേരത്തേക്ക് മാത്രം പ്രത്യക്ഷീഭവിച്ചവരല്ല, ശാശ്വതരാണ്. കർഷതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ബദ്ധനായ ജീവൻ ഇരുമ്പ് ചങ്ങലകളാൽ കെട്ടപ്പെട്ടതുപോലെ നിത്യഹങ്കാരത്തിന്റെ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൗതികതയിലേക്ക് ജീവനെ മുഖ്യമായി പിടിച്ചിഴയ്ക്കുന്നത് മനസ്സു തന്നെ. മനസ്സ് സത്വഗുണ സമ്പന്നമായിരിക്കെ മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്യും. രജോ ഗുണഭരിതമെങ്കിൽ അവന്റെ കർമ്മങ്ങൾ ക്ലേശകരങ്ങളായിരിക്കും. തമസ്സിനടുപ്പപ്പെട്ടിരുന്നാൽ താഴ്ന്ന തരം ജീവികളുടെ പദവിയിലേക്ക് നീങ്ങും. ഇന്ദ്രിയങ്ങളും മനസ്സുൾപ്പെട്ട ഭൗതിക ശരീരം കൊണ്ട് ജീവാത്മാവ് സ്വയം ആവരണം ചെയ്തിരിക്കുകയാണെന്നും മോചനം നേടുമ്പോൾ ഈ കവചം നശിച്ച് ആത്മീയ ശരീരം അതിന്റെ വ്യക്തിഗതമായ കഴിവുകളോടെ പ്രത്യക്ഷപ്പെടുമെന്നും ഈ ശ്ലോകത്തിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. സ ഏവ ഏഷ ബ്രഹ്മനിഷ്ഠ ഇദം ശരീരം മർത്യം അതിസൃജ്യ ബ്രഹ്മാഭിസമ്പദ്യ ബ്രഹ്മണ പശ്യതി ബ്രഹ്മണ ശൃണോതി ബ്രഹ്മണൈ വേദ സർവം അനുഭവതി. മാദ്യം വിനയാനാശ്രുതി. ഒരാൾ സ്വശരീരം ത്യജിച്ച് ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കെ തന്റെ ആത്മീയ ശരീരം വീണ്ടും കൈക്കൊള്ളുന്നു. അതിലിരുന്നു കൊണ്ട് അയാൾക്ക് പരമപുരുഷനെ മുഖത്തോട് മുഖം കാണാനും സംവദിക്കാനും അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാനും കഴിയും. വസന്തി യത്ര പുരുഷ സർവേ വൈകുണ്ഠമൂർത്തയ എന്ന സ്തുതിയിലുണ്ട്. ആധ്യാത്മിക ലോകങ്ങളിൽ എല്ലാവരും ഭഗവാന്റേതു പോലുള്ള ശരീരമുള്ളവരാണ്. ശരീരം വിവിധ വിഷ്ണുമൂർത്തികൾക്കും ജീവാത്മാക്കൾക്കും തമ്മിൽ വ്യത്യാസമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ മുക്തനായ ജീവന് ഭഗവത് കരുണയാൽ ഒരു ആധ്യാത്മിക ശരീരം ലഭിക്കുന്നു. മമൈവാംശ ഭഗവാന്റെ ചെറിയ അംശങ്ങൾ എന്നതും വളരെ അർത്ഥവത്താണ്. പരമ പുരുഷന്റെ ഒരംശം എന്നത് ഉടഞ്ഞ ഒരു ഭൗതിക വസ്തുവിന്റെ തുണ്ടുപോലെയുള്ളതല്ല. ആത്മാവിനെ തുണ്ടു തുണ്ടാക്കാൻ വയ്യെന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭൗതികമായി മനസ്സിലാക്കുന്ന ഒന്നല്ല ഇത്. ഭൗതിക പദാർത്ഥങ്ങളെ മുറിച്ച് കഷ്ണങ്ങളാക്കാം, കൂട്ടിച്ചേർക്കുകയുമാവാം. ആ പദ്ധതി ഇവിടെ അനുയോജ്യമല്ല. സനാതന എന്ന സംസ്കൃത പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചെറിയ അംശം ശാശ്വതമാണ്. രണ്ടാം അധ്യായത്തിന്റെ പ്രാരംഭത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട്. സർവ്വജീവികളിലും പരമപ്രഭുവിന്റെ ചെറിയ അംശം ഉണ്ടെന്ന്. ദേഹിനോസ്മിൻ യഥാ ദേഹേ. ഈ ചെറിയ അംശം ശരീരത്തിൽ നിന്ന് മുക്തമാവുമ്പോൾ മുൻകാലത്ത് പരമവ്യോമത്തിൽ ആധ്യാത്മിക ഗ്രഹത്തിൽ തന്റേതായിരുന്ന അഭൗതിക ശരീരം കൈക്കൊണ്ട് ഭഗവത് സന്നിധി പൂകി ആനന്ദിക്കുന്നു. സ്വർണത്തരികൾ ഓരോന്നും സ്വർണം തന്നെ എന്നതുപോലെ ഭഗവതംശങ്ങൾ എന്ന നിലയ്ക്ക് ജീവസത്തക്കൾ ഗുണം കൊണ്ട് ഭഗവത് സദൃശ്യങ്ങൾ തന്നെ എന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകമെട്ട്. ശരീരം യദ് അവാപ്നോതി യക്ഷാ ഉത്തമാദീശ്വര ഗൃഹീത ഏതാനി ഗൃഹീത്വാ സംയാതി വായു ഗന്ധാൻ ഇവ ആശയാത് ശരീരം യദവാപ്നോതി ഇച്ഛാമി വിക്രമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത് ശരീരം യദവാപ്നോതി യച്ഛാമി ഉത്തമാദീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത് ശരീരം യദവാപ്നോതി ഇച്ഛാമി ഉത്തമാദീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത് വത്സലമ്മാജി.
ഹരേ കൃഷ്ണ പ്രഭുജി. പ്രധാന പദാർത്ഥം ഈശ്വര, ശരീരനാഥൻ, ജീവാത്മാവ്. യത് ശരീരം, യാതൊരു ശരീരത്തെ, അവാപ്നോതി പ്രാപിക്കുന്നു, യക്ഷ അഭി യാതൊന്നിനെ, അതായത് ശരീരത്തെ, ഉത്ക്രാമതി ത്യജിച്ചു പോകുന്നു, വായു വായു, ആശയ സ്രോതസ്സിൽ നിന്ന്, ഗന്ധാൻ ഇവ ഗന്ധങ്ങളെ എന്ന പോലെ, ഏതാനി ഇവയെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും, ഗ്രഹിച്ചിട്ട് സംവ്യാധി ഗമിക്കുന്നു. വിവർത്തനം: ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ ജീവിത സങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു. ഭാവാർത്ഥം: ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീലാപ്രഭുപാദ മഹാരാജ് കി ജയ്. ഇവിടെ ജീവാത്മാവിനെ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്വശരീരത്തെ നിയന്ത്രിക്കുന്നു എന്നതിലാണ്. തനിക്ക് ഇഷ്ടമാണെങ്കിൽ ജീവാത്മാവിനെ മേന്മ കൂടിയ ഒരു ശരീരം സ്വീകരിക്കാം, അല്ലെങ്കിൽ താഴ്ന്ന തരത്തിലുള്ളതും എടുക്കാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരീരത്തിന് വരാവുന്ന മാറ്റം ജീവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മരണസമയത്ത് താൻ സ്വയം വളർത്തിയെടുത്ത ബോധമാണ് ഇനി എടുക്കാൻ പോകുന്ന ദേഹം എന്തെന്ന് തീരുമാനിക്കുന്നത്. തന്റെ ബോധത്തെ ഒരു പൂച്ചയുടെയോ പട്ടിയുടെയോ മട്ടിലാണ് അയാൾ ആക്കി തീർക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരം ഒരു ഉടലാണ് കിട്ടുക. അയാൾ തന്റെ ബോധത്തെ ദൈവിക കാര്യങ്ങളാണ് ഉറപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് കൈവരുന്നത് ദേവരൂപമായിരിക്കും. ശ്രീകൃഷ്ണാബോധം വളർത്തിപ്പോന്ന ഒരാൾക്ക് ആധ്യാത്മിക ലോകത്തിലുള്ള കൃഷ്ണലോകം പ്രാപിച്ച് ഭഗവാന്റെ സഹചാരിയാവാം. ദേഹനാശത്തോടെ എല്ലാം തീർന്നു എന്നത് പൊള്ളയായ അവകാശവാദമാണ്. ഓരോ വ്യക്തിഗതാത്മാവും ഒരു ദേഹം വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നു. ഈ ജന്മത്തിലെ ശരീരവും അത് ചെയ്ത കർമ്മങ്ങളുമാണ് അടുത്ത ജന്മത്തിലെ ശരീരാകൃതി എന്നത് നിർണയിക്കുന്നത്. കർമ്മങ്ങൾക്കനുസരിച്ച് ശരീരങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും. സമയമാകുമ്പോൾ ഈ ശരീരം വിട്ടുപോയേ മതിയാകൂ. വരും പിറപ്പിലെ മാതൃകകൾ ഉൾക്കൊള്ളുന്ന സൂക്ഷ്മദേഹം അന്ന് പുതിയൊരാകൃതി എടുക്കുന്നു എന്നിവിടെ പറയുന്നു. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഈ ശരീരമാറ്റത്തെയും ഓരോ പിറവിലും അനുഭവിക്കുന്ന ക്ലേശങ്ങളെയും ഉദ്ദേശിച്ചാണ് കർഷതി, നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രയത്നം എന്ന് വിശേഷിപ്പിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാമിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജലപ്രേമാഢ്യാരൂപാനുഗാ ഭക്തിദാം ഗൗരഗണാശക്തിവിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണേ രൂപാനുഗാ വിരുദ്ധപസിദ്ധാന്തദ്വാന്തഹാരിണേ. ഓം വിഷ്ണുപാദായ നമോ ഭക്തികിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗായ ഗൗരാവിർഭവഭൂമേഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമോ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപസനാതന ഭട്ട രഘുനാഥ ശ്രീജീവാ ഗോപാല ഭട്ട യേശായ ഘോഷായ ഗുരുചരൺ ബന്ധൻ ജാനാശ അഭീഷ്ടപൂരൻ വാചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമോ മഹവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരത്യുഷേ നമഃ.
പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിയം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. ജയതാം സരിതോപങ്കോ മമ മന്ദമദേ സർവസ്വപദാംബോജോ ദിവ്യാം വൃന്ദാരണ്യകൽപദ്രുമദാം ശ്രീമന്നാഗരസിംഹാസനസ്ഥോ ശ്രീമദ്രാധാ ക്ഷീരഗോവിന്ദദേവോ പ്രേഷ്ഠാലവി സേവിമാനോ സ്മരാമി. ശ്രീമൻരാസരസാരംഭ്യം ശ്രീവടത്തടസ്ഥിതഃ കർഷൻ വേണുസ്വനൈർഗോപീ ഗോപിനാഥ ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. മൈ വംശോ ജീവലോകേ ജീവഭൂത സനാതനാം മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷകീ. എന്റെ ശാശ്വതാംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ഭദ്രായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. അരയാൽ മരം എന്റെ വിവരണം തുടരുകയാണ്. യസംവേദസവേദവിദ്. അരയാൽ മരത്തിനെ കുറിച്ച് ശരിയായ ജ്ഞാനം ഉള്ളവനാണ് വേദവിത്ത്, വേദം അറിയുന്നവൻ എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറയും. പിന്നീട് എങ്ങനെയാണ് ഈ മരത്തെ മുറിക്കുന്നത്, മുറിച്ചു മാറ്റുന്നത്? മുറിച്ചു മാറ്റപ്പെടേണ്ട മരമാണ്. അതിനെ വെച്ച് വളർത്താനുള്ളതല്ല. വെച്ച് വളർത്തുന്നവർ കർമ്മികളും മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവർ ഭക്തരും, അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ പോകുന്ന ആൾക്കാർ. അപ്പോ അതിനുള്ള പ്രോസസ് അല്ലെങ്കിൽ മെത്തേഡ്, അതിനുള്ള മാർഗം അസംഗശസ്ത്രേണ വേദന ചിത്വ. ഹരേ കൃഷ്ണ പ്രഭുജി. കേൾക്കില്ല? കേൾക്കാം. കഴിഞ്ഞ ആഴ്ച 6ാമത്തെ ശ്ലോകം പറഞ്ഞില്ല കേട്ടോ. അപ്പോ അസംഗശസ്ത്രേന, അസംഗശസ്ത്രം വെച്ചാൽ എന്താണ്? ഡിറ്റാച്ച്മെന്റ്. വൈരാഗ്യം കൊണ്ട് മാത്രമേ നമുക്കിത് മുറിച്ചു മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഇത് നമുക്ക് പല ഇന്ദ്രിയങ്ങളുണ്ട്, അതിൻ്റെ ഉള്ള ഇന്ദ്രിയ വിഷയങ്ങളുണ്ട്. ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന പഴങ്ങളുണ്ട്. ഇതെല്ലാം പിന്നെ ഇലകള് ഭയങ്കര അട്രാക്റ്റീവാണ്. അപ്പോ അതിനുള്ള ആകർഷണം ഈ പറഞ്ഞ ജീവാത്മാവിനെ തളച്ചു വെക്കാൻ. അപ്പൊ അതിനുള്ള വൈരാഗ്യം നമ്മൾ ഉണ്ടാക്കണം. ആ വൈരാഗ്യമാണ് നമുക്ക് 14-ാം അധ്യായത്തിലെ 22-23 ശ്ലോകത്തില് ഒരു ഉദാസീനമായി നിൽക്കുന്ന, ഉദാസീനത അത് കാണിക്കുന്നത്. ഗുണങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്. ഗുണങ്ങൾ വഴിയാണ് നമ്മൾ ആകർഷണത്തിൽ ഏർപ്പെടുന്നത്. അപ്പൊ ആ ഗുണങ്ങളുമായിട്ട് നമ്മൾ നിസ്സംഗത പുലർത്തണം. അപ്പോൾ നമുക്ക് വൈരാഗ്യം ഉണ്ടാവും. എന്നിട്ട് നാം അവ്യഭിചാരേണ ഭഗവാനെ ശരിക്കും ഭക്തി ചെയ്യാൻ, അപ്പോഴാണ് നമുക്ക് പുറത്തു പോകാൻ പറ്റുക. വസംഗശസ്ത്രേൻ ഗ്രഹണ ചിത്വാന് ശേഷം തത് പദം. പദം എന്ന് പറയുന്നത്, പദം എന്താണ്? പദമാണ്, വൈകുണ്ഠമാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ക്ലാസ് പറയുന്നു, നമ്മൾ ആ വേരിന്റെ അടിയിലത്തെ സെമി സർക്കിൾ 180 ഡിഗ്രി, അത് നമ്മൾ ഭൗതിക ലോകം. മുകളിലുള്ള സെമി സർക്കിൾ വൈകുണ്ഠം. അതാണ് ആ പദം എന്നുള്ള ഉദ്ദേശം. ആ പദത്തിൽ എത്തിച്ചേരും. ആ പദത്തിൽ ആരാളുള്ളത്? പുരുഷൻ. ഏത് പുരുഷൻ? എല്ലാത്തിനും തുടക്കമായിട്ടുള്ള, എല്ലാത്തിനും കാരണഭൂതമായിട്ടുള്ള, സകല ആൾക്കാരുടെയും ദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. ആ ശ്രീകൃഷ്ണനെ നമ്മൾ പ്രാപിക്കണം. അപ്പൊ എങ്ങനെ പ്രാപിക്കാൻ പറ്റും? ആ പ്രാപിക്കുന്ന ആൾക്കാരുടെ ക്വാളിറ്റീസ് എന്താണ്?
അതാണ് നിർമാനമോഹ, നിർമാന നിർമോഹ. മാനം, മാനം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, പ്രൈഡ്, അഹംഭാവം. എന്നേക്കാൾ കവിഞ്ഞിട്ടുള്ള ആളില്ല, എന്നെ സദൃശനായിട്ടുള്ള ആരുമില്ല, ഞാൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാണ്. രജോ ഗുണത്തിന്റെ ബുദ്ധിഭാവമാണ്. പൊതുവെ നമുക്ക് സകല ആൾക്കാർ കർമ്മികളുടെ ഈവൻ നമ്മുടെ കൃഷ്ണാഭവത്തിലെത്തുന്ന ആൾക്കാർ പോലും ഇത് ഒരു പക്ഷെ സംഭവിക്കാം, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. കാരണം കൃഷ്ണാഭവത്തിലെത്തിയ ശേഷം നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സേവ ചെയ്യുന്നു. സേവയാണെങ്കിൽ കീർത്തനാകാം, കുക്കിംഗ് ആകാം, ക്ലാസ് എടുക്കലാകാം, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആകാം, അതിൽ പല പല നമ്മൾ ചെയ്യുന്നു. അതിൽ കുറച്ച് പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ നമ്മളെ അഭിനന്ദിക്കോ, നല്ലതാണോ, നന്നായി കീർത്തനം ചെയ്യുന്നുണ്ട്, നന്നായി ക്ലാസ് എടുക്കുന്നുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു റെക്കഗ്നിഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു എന്താ പറയുക, പ്രമുഖത, that I'm an important person. എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു, എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു, അങ്ങനെ ഒരു പ്രാമുഖ്യം നമുക്ക് കിട്ടും. അങ്ങനെ ആ പ്രമുഖത വരുമ്പോൾ നമ്മളെ അധികം അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആൾക്കാരുടെ നമുക്കൊരു നീരസം തോന്നും. അപ്പോൾ അവരെ നമ്മൾ അധികം ബഹുമാനിക്കില്ല. പൊതുവെ കുറെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ ബഹുമാനം കുറെ മറ്റുള്ളവരെ ബഹുമാനിക്കില്ല, നമ്മളാണ് ഏറ്റവും ബഹുമാനീയർ. അതാണ് മാന എന്ന് പറയുന്നത്. അപ്പൊ അതിന് പുറത്തു വരാൻ എന്ത് ചെയ്യണം? ലേൺ ടു റെസ്പെക്ട് അതേഴ്സ്. മറ്റുള്ളവർ ബഹുമാനിക്കണം. അമാനിന മാനദേന. അതാരാ പറഞ്ഞേക്കണേ? ചൈതന്യ മഹാപ്രഭു. അമാനിന മാനദേന. We should never seek respect, but give respect. അതാണ് ഇവിടെ നിർമാന നിർമോഹ, ഇല്യൂഷൻ. എന്തുകൊണ്ട് ഈ മാനം വരുന്നു? ബിക്കോസ് നമ്മുടെ ശരീരമാണ്. എന്നാൽ ശരീരബോധം വർദ്ധിച്ചു വരുമ്പോഴാണ്, നമുക്ക് ഈ മോഹത്തിൽ പെടുമ്പോഴാണ് നമ്മുടെ മാനം കൂടുന്നത്. ജിതസംഗദോഷ, 3 ഗുണങ്ങളിൽ നിന്ന് പുറത്തു വരിക. ആധ്യാത്മിക, എപ്പോഴും ഭഗവത് സ്മരണ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് ചിന്തയിലിരിക്കുക. വിനിവൃത്തകാമ, അതുവഴി എന്താ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡിസയേഴ്സ് അല്ലെങ്കിൽ ലസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം പുറത്തു വരിക. അങ്ങനെയുള്ള ആൾക്കാരാണ് എൻ്റെ ധാമിലേക്ക് എത്തുന്നത്. അർജുന എന്നൊക്കെ കൃഷ്ണൻ പറയാണ്. അപ്പൊ ഏതാണ് നമ്മുടെ ഈ ധാം എന്ന് പറയുന്നത്? അർജുന ഇത് ഈ ധാം പറയുന്നത് ഭാസേതേ സൂര്യോന ശശാങ്കോന പാവക യദ്ഗത്വാൻ നിവർത്തന്തി തദ്ധാമ പരമം മമ. അത്രയും എൻ്റെ സ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അപ്പോ സ്വയം പ്രകാശിതമാണ് ഭഗവാന്റെ നാം. സ്വയം പ്രകാശിതം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാശമാനമാണ്, സച്ചിദാനന്ദമാണ്. അവിടെ ലവലേശം അന്ധകാരമില്ല. അന്ധകാരം എന്ന് പറഞ്ഞാൽ ഗുണങ്ങളാൽ അല്ലെങ്കിൽ തമോ ഗുണങ്ങളാൽ ആവൃതമായിട്ടുള്ളത്. അങ്ങനെ തീരെ ഇല്ലാത്തതാണ്. ശുദ്ധമായിട്ടുള്ള സത്വത്തിലിരിക്കുന്ന ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ ഒരിടമാണ് വൈകുണ്ഠം എന്ന് പറയണം. അതാണ് നമ്മുടെ എന്നെ കൃഷ്ണൻ ധാം എന്നുള്ളത്. അപ്പോൾ പരമമായിട്ടുള്ള ലൈറ്റ് വേണം. ധാമത്തിനെ വേറെ ഇതിൽ പറയുന്നുണ്ട്, വെളിച്ചം എന്ന് പറയുന്നുണ്ട്. രാമാനുചാര്യ ധാമത്തിനെ വെളിച്ചം എന്ന് പറയുമ്പോൾ വെളിച്ചം എന്നുള്ളത് നോളജ് ആയിട്ട് കണക്കാക്കണം. ആണ് സച്ചിത്താണ് ഈ നോളജാണ് പ്രകാശമാക്കുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ അന്ധകാരവും മാറ്റിയിട്ട് മുഴുവൻ പ്രകാശവാനാക്കുന്നു. അത് പരമമായിട്ടുള്ള നോളജാണ്. അത് സ്വയം പ്രകാശിതമാണ്, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ ആത്മാവിനെ പറ്റി പറയുമ്പോൾ ആത്മാവിനെ കുറിച്ചറിയാം, ആത്മാവ് അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും അറിയാം. 2 തരം നോളജ് ആത്മാവിനുണ്ട് പറയും. അപ്പോൾ സ്വയം വെളിവാക്കപ്പെടും, മറ്റുള്ളതും ബാക്കി എന്തൊക്കെയുണ്ട് അതെല്ലാം തെളിഞ്ഞു കാണും ചെയ്യാം.
അപ്പോൾ ഹരിവംശത്തില് ശ്വാൻ ചക്രവർത്തി കൂട്ടിയുണ്ട്. ഹരിവംശത്തില് എന്താണ് ശരിയായിട്ട് സുപ്രീം ലൈറ്റ് പറയുന്നുണ്ട്. തത് പരം പരമം ബ്രഹ്മ സർവം വിഭാജ്യ ജഗത് മമൈവ തദ് ഘനം തേജോ ജ്ഞാതും അർഹസി ഭാരത. That supreme Brahman lights up the whole universe. You should know that intense light belongs to me. ആ ബ്രഹ്മം, ആ കട്ടിയായിട്ടുള്ള ഘനീഭവിച്ച വെളിച്ചമാണ്. ഭഗവാന്റെ ഘനീഭവിച്ച വെളിച്ചമാണ് ബ്രഹ്മം എന്ന് ഭഗവാനോട് പറയുന്നുണ്ട്. വേറെ ശ്ലോകത്തില് കഥോപനിഷത്തില് ഇതിനെ പറ്റി പറയുന്നു. നമ്മൾ മുമ്പ് മാമധ്യായത്തിൽ അത് കൂട്ടിയിട്ടുണ്ട്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം. അവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തിളങ്ങുന്നില്ല. നേമവിദ്യുതോ ഭാന്തി കുതോയം അഗ്നി. അവിടെ വിദ്യുത് ശക്തി ഇല്ല, അഗ്നി ഇതൊന്നും കത്തുന്നില്ല. തമേവ ഭാന്തം അനുഭാന്തി സർവം. തമേവ ഭാന്തം, ഭഗവാൻ മാത്രമാണ്. ഭഗവാന്റെ പ്രകാശം മാത്രമേ ഉള്ളൂ അവിടെ, ബ്രഹ്മജ്യോതി മാത്രമേ ഉള്ളൂ. ഈശോപനിഷത്തിൽ അവസാനം പറയേണ്ട ആ ബ്രഹ്മജ്യോതി, ആ തിളക്കം സ്വർണ്ണ തളിയായിട്ട് കണക്കാക്കണം. ആ ലൈറ്റ് മാറ്റിയിട്ട് അങ്ങയുടെ മുഖം കാണിച്ചു തരണേ എന്നാണ് ഭക്തന്മാരെ ആവശ്യപ്പെടുന്നത്. തമൈവ ഭാന്തം, അത് കാരണം ഭഗവാൻ മാത്രം എടുത്തണം. അനുഭാതി സർവം, ഭഗവാന്റെ പ്രകാശത്തിലാണ് ബാക്കിയെല്ലാം തിളങ്ങുന്നത്. തസ്യഭാസ സർവം ഇതം വിഭാതി. എല്ലാ ഷൈനിങ് ഓബ്ജക്ട്സ്, എല്ലാ ഇല്യൂമിനറി ഓബ്ജക്ട്സ് മുഴുവൻ ഭഗവാനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചിട്ടാണ് അവർ ജ്വലിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിരിക്കുന്ന സൂര്യൻ, ചന്ദ്രൻ, താരകങ്ങൾ ഇതെല്ലാം ഭഗവാനിൽ നിന്നുള്ള കിട്ടുന്ന പ്രകാശം കൊണ്ടാണ്. അത് കൂടുതൽ സ്പഷ്ടമാക്കണം 13 ശ്ലോകത്തില് കൂടുതൽ അതിനെ പറ്റി പറഞ്ഞു. 12 ശ്ലോകത്തിലാണ്. യദാദിത്യതം തേജോ ജഗദ്ഭാസേരേഖലം യച്ഛന്ദമസി യച്ചാഗ്നോ തത് തേജോ വിദ്ധി മാമകം. അപ്പോൾ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന പ്രകാശം കൊണ്ടാണ് ഇവിടുത്തെ പ്രകാശം. അപ്പൊ അങ്ങനെയുള്ള പ്രകാശമയമായിട്ടുള്ള ധാമൽ എത്തിച്ചെന്നാൽ പിന്നെ ആരെങ്കിലും തിരിച്ചു വരില്ല. അപ്പൊ എത്തിച്ചേരുന്ന ആരാ ശരിക്കും? ആക്ച്വലി ആരാ അത്? അർജുൻ സംശയിക്കും, ആരാ ശരിക്കും എത്തിച്ചേരുന്ന അവിടെ? അപ്പോഴാണ് പറയുന്നത് മമൈവാംശം, എന്റെ അംശം തന്നെയാണത്, എന്റെ അംശം തന്നെയാണ്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന, എന്റെ അംശമാണ്, വേറെ ആരുമില്ല. എന്റെ അംശം ശിവന്റെയോ ബ്രഹ്മാവിന്റെയോ വേറെ ആരുടെ അംശമല്ല, എന്റെ അംശം തന്നെയാണ് ഈ പറഞ്ഞ ജീവൻ എന്ന് പറയുന്നത്. അത് സനാതനമായിട്ടാണ്, താൽക്കാലികമായിട്ടുള്ള അംശമല്ല, സനാതനമായിട്ടും കാലാകാലം ശാശ്വതമായും എല്ലാ കാലത്തും എൻ്റെ അംശവും എൻ്റെ ദാസ്യമാക്കുന്ന ആണ് ഈ അംശം, ഈ ജീവ. വരാഹപുരാണത്തിൽ പറയുന്നുണ്ട് സ്വാംശ ചാഥ വിഭിന്നാംശ ഇതി ദ്വേദ്വയം ഈശ്വരേ. ഈശ്വരന് 2 അംശങ്ങളുണ്ട്. ഒന്ന് സ്വാംശം, മറ്റേത് വിഭിന്നാംശം. വിഭിന്നാംശം സ്തു ജീവസ്യ, വിഭിന്നാംശമാണ് ജീവൻ. സ്വാംശം പറഞ്ഞാൽ നമ്മള് വിഷ്ണു എക്സ്പാൻഷൻസ്, വിഷ്ണു തത്വം എന്ന് പറയും. വിഷ്ണു തത്വത്തിൽ വരുന്ന വിസ്തരണങ്ങളാണ് സ്വാംശം. അവിടെ പറയുന്ന ശ്രീരാമചന്ദ്രൻ, വരാഹം, കൂർമ്മം, നരസിംഹം എന്നീ പറയുന്ന വിഷ്ണു എക്സ്പാൻഷൻസ്, വിസ്തരണങ്ങൾ, അത് സ്വാംശമായിട്ടും വിഭിന്നാംശമായിട്ട് ജീവതത്വം. ജീവൻ എന്നുള്ള ഭഗവാനിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ശക്തിയാണ്, എന്നാൽ ഭഗവാന്റെ ശക്തി തന്നെയാണ്. ആ സനാതനമാണത്, അത് താൽക്കാലികമല്ല, അതുള്ളതാണ്. പക്ഷെ എന്താ ഉണ്ടായി? മനഃഷ്ടാനീന്ദ്രിയാണ്. അപ്പൊ ശില പ്രഭാത് പറയുന്ന ആ
അതിന്റെ പകർപ്പിൽ പ്രഭാതിന്റെ പകർപ്പിൽ ശില പ്രഭാതമുണ്ട്. സ്വാതന്ത്ര്യം, എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട്. ടൈനി ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ അതിനെ ഫ്രീ വിൽ എന്ന് വേണമെങ്കിൽ പറയാം. സ്വേച്ഛ, സ്വേച്ഛ സകല ഭഗവാനുണ്ട്, ഭഗവാന് സ്വേച്ഛയുണ്ട്. അതേപോലെ ജീവാത്മാക്കൾക്കും സ്വേച്ഛ കൊടുത്തിട്ടുണ്ട്. ഈ സ്വേച്ഛ ദുരുപയോഗപ്പെടുത്തുമ്പോഴാണ് ഈ ജീവാത്മാവ് ഭഗവാനിൽ നിന്ന് വേർപെട്ടു പോകുന്നത്. അങ്ങനെ സ്വേച്ഛ തെറ്റായ വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇവിടെ കഷ്ടപ്പെടണം. എങ്ങനെ കഷ്ടപ്പെടണം? മനഃഷ്ടാനീന്ദ്രിയാണി, മനസ്സടക്കമുള്ള 6 ഇന്ദ്രിയങ്ങൾ. അപ്പൊ ഇവിടെ ഈ 6 ഇന്ദ്രിയങ്ങൾ പറയുമ്പോൾ ബാക്കിയുള്ള 5 ഇന്ദ്രിയങ്ങള് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കാരണം ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നാണ് നമ്മൾ അറിവ് ആർജിക്കുന്നത്. അപ്പൊ അത് ഗുണത്തിൽപ്പെടുമ്പോൾ അത് ശരിയായ വിധത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ശരിയായ വിധത്തിൽ മനസ്സിലാക്കി ശരിയായിട്ടുള്ള ജ്ഞാനം ഉദിക്കണമെങ്കിൽ ഈ ഗുണത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരണം. അപ്പൊ എന്തു പറ്റി? ഈ ഇന്ദ്രിയങ്ങള് ചങ്ങല പോലെ കാലിങ്ങനെ മുറുക്കിയിട്ടിരിക്കുകയാണ്. അത് വലിച്ചു വലിച്ച് നടക്കണം ജീവാത്മാവ്. അഹങ്കാരമാകുന്ന പ്രകൃതിയിൽ നിന്ന് മുളച്ചതാണ് ഈ ഇന്ദ്രിയങ്ങളും മനസ്സും. അഹങ്കാരത്തിന്റെ തമോ ഗുണത്തിലുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ ഈ ശരീരം, ഭൗതിക ശരീരം. പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരം അഹങ്കാരത്തിന്റെ തമോ ഗുണത്തിൽ വരും. അഹങ്കാരത്തിന്റെ രജോ ഗുണത്തിൽ വരുന്നതാണ് ഇന്ദ്രിയങ്ങൾ. മനസ്സ് സത്വഗുണത്തിന്റെ. അങ്ങനെ ഈ 3 ഗുണങ്ങള്, അഹങ്കാരത്തിൽ ഉത്ഭവിച്ച 3 ഗുണങ്ങള് നമ്മൾ ചങ്ങല പോലെ ജീവാത്മാവിനെ ചങ്ങല പോലെ ബന്ധിച്ച് കർഷകി ഇവിടെ കഷ്ടപ്പെടണം. അപ്പൊ ചില ആൾക്കാരെ പറയും ഇത് ജീവാത്മാവെന്നുള്ളത്. വ്യക്തിപരമായിട്ടുള്ള ജീവാത്മാവ് ഇല്ല അങ്ങനെ. ആക്ച്വലി ഇതൊരു താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമാണ്. ബ്രഹ്മനിന്റെ ഒരു ഭാഗം അന്ധകരണത്തിന്റെ പ്രഭാവം കൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് പോവാണ്, അല്ലെങ്കിൽ മറക്കപ്പെടാൻ. അതിന് എക്സാമ്പിൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു സൂര്യനുണ്ട്, ആകാശത്ത് സൂര്യൻ കത്തുന്നു. സൂര്യന്റെ പ്രതിച്ഛായ അല്ലെങ്കിൽ പ്രതിബിംബം വെള്ളത്തിൽ കാണാം. അപ്പൊ ഇവര് സൂര്യനെ ബ്രഹ്മനായിട്ടും ഇതിന് റിഫ്ലക്ഷനായിട്ടും, വെള്ളത്തിൽ കിടക്കുന്ന ബ്രഹ്മന്റെ റിഫ്ലക്ഷനായിട്ട് കണക്കാക്കണം, പ്രതിബിംബമായിട്ട് കണക്കാക്കണം. അപ്പൊ ഈ പാത്രം അല്ലെങ്കിൽ ജലം ഇരിക്കുന്ന സംഭരണി അല്ലെങ്കിൽ കുടം, ഇത് ഉടഞ്ഞു കഴിഞ്ഞാൽ ഉടനടി എന്ത് സംഭവിക്കും? ഈ പ്രതിബിംബം ഒറിജിനൽ ആയിട്ടുള്ള സൂര്യനുമായിട്ട് ലയിച്ച് ഒന്നായി മാറും. അപ്പൊ എന്താ വെച്ചാൽ ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ആ ബിംബം നമുക്ക് ശരിയായിട്ട് കണക്കാക്കാം. റിഫ്ലക്ഷൻ എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ കാര്യം എന്താണ്? അന്ധകാരം അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട്. ഈ അജ്ഞാനം കൊണ്ടാണ് ബ്രഹ്മൻ അജ്ഞാനം കൊണ്ടാണ്. ബ്രഹ്മനാണ് അജ്ഞാനം ബാധിച്ചിരിക്കുന്നത്. മായാവാദി ഫിലോസഫി പ്രകാരം അങ്ങനെയാണ്. അതുകൊണ്ട് എങ്ങനെയാണോ സൂര്യന്റെ പ്രതിബിംബങ്ങൾ പല പാത്രങ്ങൾ കിടക്കുന്നത്, ഓരോ പാത്രം ഉടഞ്ഞു കഴിഞ്ഞാൽ ആ ജലം പോയി കഴിഞ്ഞാൽ ആ റിഫ്ലക്ഷൻ ഇല്ലാതെയോ അത് തിരിച്ച് സൂര്യനിലേക്ക് എത്തിച്ചേരും. പക്ഷെ ഇവിടെ നിന്ന് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞ സനാതന എന്ന് വാക്ക് ഉപയോഗിക്കുക. സനാതനമാണ് നമ്മുടെ ഭഗവാനുമായിട്ടുള്ള ബന്ധം. സനാതനമാണ് എന്ന് വെച്ചാൽ അതൊരു റിയൽ ഒബ്ജക്റ്റ് എന്ന് അർത്ഥം. അത് താൽക്കാലികമായിട്ടുള്ള പ്രതിബിംബം അല്ല. അംശം എന്നാണ് പറയുന്നത്, ശാശ്വതമായ അംശം. ബലദേവ വിദ്യാഭ്യാസം പറയുന്നുണ്ട്, ചന്ദ്രന്റെ 100-ൽ 1 അംശമാണ് വീനസിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയാ, പ്ലാനറ്റിനെ
ശുക്രൻ. ശുക്രനാണ്. ശുക്രൻ. ശുക്രനാണ് അല്ലെ? ഓക്കെ, എനിവേ ശുക്രനെ വയ്ക്കാം. ശുക്രനല്ലേ? ശുക്രനാണോ? നമ്മൾ 9 പ്ലാനറ്റ്സ് കാണാം, വിനസ്. ഓക്കെ, എനിവേ ചന്ദ്രന്റെ 100 അംശമാണ് ശുക്രൻ എന്ന് പറയുമ്പോ ചന്ദ്രന്റെ 100 ഒരു അംശം പ്രകാശമാണ് ശുക്രനിലിരിക്കുന്നത് എന്നർത്ഥം. അല്ലാതെ ചന്ദ്രന്റെ ഒരു ഭാഗമല്ല, ചന്ദ്രന്റെ ഒട്ടിച്ചേർന്നുള്ള ഭാഗമല്ല. എന്ന് വെച്ചാൽ ആ ക്വാളിറ്റി, പ്രകാശം എന്നുള്ള ചന്ദ്രന്റെ പ്രകാശം ചന്ദ്രന്റെ ക്വാളിറ്റിയാണ്. അപ്പൊ ചന്ദ്രന്റെ ഒരു ക്വാളിറ്റി 100 അംശം വീനസിനുണ്ടെങ്കിൽ ആ ചന്ദ്രന്റെ അംശമായിട്ട് കണക്കാക്കും. എന്നതുപോലെ ഭഗവാന്റെ ഒരു ക്വാളിറ്റി നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അംശമായിട്ട് കണക്കാക്കുന്നു. ഇത്ര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്നത്. ഭഗവാന്റെ ഒരു അംശമാണ് നമ്മൾ പറയുമ്പോൾ ഭഗവാന്റെ ക്വാളിറ്റിയാണ്. എന്ന് വെച്ചാൽ അതൊരു റിയൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു, ഒരു പ്രതിബിംബമോ അല്ലെങ്കിൽ പ്രതിച്ഛായ അല്ല, വാസ്തവമായിട്ടുള്ള വസ്തുവാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത്. മായാവാദി ഫിലോസഫി ജീവാത്മാവ്, വ്യക്തിഗതമായിട്ട് ജീവാത്മാവ് ഒരു പ്രതിബിംബമാണ്, പ്രതിച്ഛായയാണ്, താൽക്കാലികമാണ് അവർ പറയും. ആകെ കൂടി ഒരു ഒറ്റ ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ റിയലാണ് പറഞ്ഞു. കാരണം ബ്രഹ്മൻ ഇസ് എ പൊസസർ ഓഫ് ശക്തി. ബ്രഹ്മന് ശക്തിയുണ്ട്, അതാണ് ശക്തിമാൻ എന്ന് പറയുന്നത്. അപ്പോ ശക്തിമാൻ വാസ്തവമാണെങ്കിൽ ശക്തി ജീവാത്മാവാണ്, ശക്തിയും വാസ്തവമാണ്. ആ രണ്ടും വാസ്തവമാണ്. ജീവാത്മാവാണ് ചെറിയ സ്ഥലത്ത്, തൽക്കാലം ഇവിടെ ജീവാത്മാവാണ് ചെറിയ സ്ഥലത്ത് നിൽക്കുന്നത്. ഇപ്പൊ ഭൗതിക ലോകം അതാണ്. ഭഗവാന്റെ ശക്തിയായിട്ട് തന്നെയാണ് ജീവാത്മാനെ കണക്കാക്കണം. അതും എന്താണ്? ഉത്തമ ശക്തി. അഥവാ ശക്തി അവരെ മിതസ്ത്വന്യം പ്രകൃതി വിധിമേപരാം. ഈ ശക്തി എന്നുള്ളത് ഭഗവാന്റെ ഉന്നത ശക്തിയാണ്, ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് ശാശ്വതമാണ്, അത് വാസ്തവികമാണ്, അതൊരിക്കലും താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമല്ല. അതുകൊണ്ട് അതിനെ ഭഗവാന്റെ അംശമായിട്ട് കണക്കാക്കും. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അംശമാണ്. ഈ ഭഗവാന്റെ അംശമാണ് അവസാനം ഭഗവാനെ സറണ്ടർ ചെയ്യുമ്പോഴാണ്, നേരത്തെ പറഞ്ഞ ഈ 5-ാമത്തെ ശ്ലോകത്തില് എങ്ങനെയാണ് സറണ്ടർ ചെയ്യണത്? നിർമാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ ദന്തേർ വിമുക്ത സുഖദുഃഖ സംജ്ഞേർ ഗച്ഛന്യമൂഢ പദമഭ്യം തദ്. Then you are surrendering. When you surrendering, you go back to Krishna. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ആ സ്വേച്ഛ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം അല്ലെങ്കിൽ സമർപ്പണം ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്വേച്ഛ ശരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ചിലത് നമ്മൾ സ്വേച്ഛ ഉപയോഗിച്ച് നമ്മൾ ഭഗവാനെ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മുടെ സ്വേച്ഛ പോയില്ലേ? അപ്പൊ നമ്മൾ ഭഗവാന്റെ ഇതായിട്ട് മാറി, നമ്മുടെ ഭഗവാന്റെ അല്ലെങ്കിൽ അടിമ അല്ലെങ്കിൽ എന്താ പറയാ, കംപ്ലീറ്റ് ഭഗവാന്റെ ഇതായിട്ട് വരില്ലേ, അനുസരണമായിട്ടില്ലേ? അപ്പൊ ഇവിടെ സ്വാതന്ത്ര്യമുള്ള, ഇതാണ് ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം. കാരണം ഭഗവാന്റെ അംശമാണ് നമ്മൾ. അംശം എന്നുള്ള ഭഗവാന്റെ സ്വരൂപത്തിൽ ദാസനാണ്. അപ്പൊ ആ സ്വരൂപത്തിൽ നിന്ന് പ്രവർത്തനമാണ് സമർപ്പിച്ച് ഭഗവാനെ സേവ ചെയ്യാന്നുള്ളത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞ 7-ാം ശ്ലോകത്തില് മനഃഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷകി. ഇന്ദ്രിയങ്ങള് ഒരു ചങ്ങല പോലെ അതും വഹിച്ചുകൊണ്ട്, ഇത് എന്റെയാണ്, ഞാൻ ഇതെന്താ എന്റെ സാധനമാണ്, അത് വിട്ടുകൊടുക്കില്ല. അത് ആ ചങ്ങല ഊരിപ്പോയി പുറത്ത് ഇതെന്റെയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടാണ്, അതും വെച്ച് ഞാൻ എവിടെയും പോകും. അപ്പൊ ഈ ശരീരത്തിൽ മാത്രമാണ്, അല്ല ഈ ശരീരം വിട്ട് വേറെ ശരീരം പോയാലും ഞാൻ ഇതിനെ കൊണ്ടുപോകും. ആ അടുത്ത ശ്ലോകത്തിലാണ് 8-ാം ശ്ലോകത്തിൽ പറയുന്നു, ശരീരം അവാപ്നോതി യക്ഷാഭി ക്രമാതീശ്വര. ഇവിടെ ഈശ്വരൻ എന്ന് വാക്ക് ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ജീവാത്മാവിനെ തന്നെയാണ്, കൺട്രോളർ എന്ന നിലയിലാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഈശ്വരനാണ്,
ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും അധിപനായിട്ട് കണക്കാക്കുന്നു. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെ അധിപനാണ് ജീവാത്മാവ്. ആ നിലയില് ജീവാത്മാവിനെ ഈശ്വരൻ നമുക്ക് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ശരീരത്തിലിരിക്കുമ്പോ നമ്മൾ പല വാസനം, പല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഈ കർമ്മം അനുസരിച്ചിട്ട് നമുക്ക് വേറെ ശരീരം കിട്ടുന്നു. അപ്പൊ ഈ വേറെ ശരീരത്തിൽ കിടക്കണേക്കാൾ മുമ്പ് നമ്മുടെ അന്ധക്കരണത്തിലിരിക്കുന്ന ഇന്ദ്രിയങ്ങള്, മനസ്സ്, വാസന ഇതെല്ലാം എടുത്ത് നമ്മൾ മറ്റേ ശരീരത്തിൽ പോവാണ്. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും പുതിയ പ്രവൃത്തി ആരംഭിക്കുന്നത്. അപ്പോൾ ശില പ്രബോധ ശ്ലോകത്തിൽ കൃത്യമായിട്ട് പറയുന്നുള്ളത് നമ്മുടെ ആ സ്വാദിഷ്ടമനുസരിച്ചിട്ട് നമുക്ക് ശരീരം കിട്ടാം. സത്വഗുണത്തിലാണെങ്കിൽ നമുക്കറിയാം, ഉപരിലോകത്തിൽ പോയിട്ട് നമുക്ക് ദേവന്മാരുടെയോ ഗന്ധർവന്മാരുടെയോ കിം പുരുഷന്മാരുടെയോ കിന്നരന്മാരുടെയോ ഒക്കെ നമുക്ക് ശരീരം എടുക്കാം. അല്ലെങ്കിൽ മോശമായ കർമ്മമാണ് ചെയ്യുമെങ്കിൽ താഴെ പോയിട്ട് എലിയായിട്ടോ ഓന്തായിട്ടോ ഒച്ചായിട്ടോ മരമായിട്ടോ കീടമായിട്ടോ കൃമിയായിട്ടോ ആ ശരീരം നമുക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ ഇടയിൽ കിടക്കുന്ന രജോഗുണത്തിൽപ്പെട്ടാണെങ്കിൽ വീണ്ടും മനുഷ്യ ശരീരം നമുക്ക് സ്വീകരിക്കാം. അപ്പോ മരണസമയത്ത് താൻ വളർത്തിയെടുത്തു എന്ന ആ അവബോധം എന്താണോ അത് നമ്മൾ 8ാം അധ്യായത്തിൽ പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നമുക്ക് ശരീരം കിട്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേ സമയത്ത് അയാള് പൂർണ്ണമായിട്ടും ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ആ ഭാഷയിൽ പറഞ്ഞ കൃഷ്ണാബോധത്തിലിരിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് കൃഷ്ണബോധമുള്ളപ്പോൾ കൃഷ്ണനെ പോലത്തെ ശരീരം അല്ലെങ്കിൽ നാരായണനെ പോലത്തെ ശരീരം, അത് കഴിഞ്ഞ ശ്ലോകത്തില് ശില പ്രഭാത് പറയുന്നുണ്ട്, ബലദേവ് വിദ്യാഭ്യാസം കൂട്ടിയുന്നുണ്ടെന്ന്. എന്തായി ശരീരം? നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരം ഉപേക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരീരം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെയല്ല, ശ്രുതിയിൽ നിന്നും സ്മൃതിയിൽ നിന്നും കോട്ടിയുന്നുണ്ട്. ബലദേവ് വിദ്യാഭ്യാസം കോട്ടിയുണ്ട്. അത് ശിലപ്രവാദം കോട്ടിയുന്നുണ്ട്. അത് ആദ്യം ഒരു യജുർവേദത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള മധ്യാന്തിനായന അത് വരണം. സ ബ്രഹ്മനിഷ്ഠ ഇതം ശരീരം മൃത്യും അതിസൃജ്യ. മരണത്തെ അതിജീവിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മമായിട്ടുള്ള ശരീരം കിട്ടുന്ന സ്പിരിച്വൽ ബോഡി നമുക്ക് കിട്ടുന്ന ബ്രഹ്മാഭിസമ്പാദ്യ. ബ്രഹ്മമായിട്ട് എപ്പോഴും എന്താണ് താതാത്മ്യം ചെയ്യുന്നു. ബ്രഹ്മ പശ്യതി ബ്രഹ്മ ശൃണോതി ബ്രഹ്മേവേദം സർവം അനുഭവതി. ഈ എക്സ്പീരിയൻസസ് ബ്രഹ്മൻ, ഈ സീസ് ബ്രഹ്മൻ, ആത്മീയമായിട്ടുള്ളത് കംപ്ലീറ്റ് ആത്മീയമായിട്ട് മാറും. ഇത് ശ്രീമദ് ഭാഗവതത്തിലും ശിലപ്രവൃത്തി കൂട്ടിയുന്നുണ്ട്. അത് ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 15-ാം അധ്യായം 14-ാം ശ്ലോകം. വസന്തി യത്ര പുരുഷാ സർവേ വൈകുണ്ഠമൂർത്തയ യേ അനിമിത്ത നിമിത്തേന ധർമ്മേന ആരാധ്യം ഹരി. ഭഗവാന്റെ ശരീരം, ഭഗവാന്റെ പോലത്തെ ശരീരം വെച്ച് കഴിഞ്ഞാൽ സച്ചിദാനന്ദമായിട്ട് ശരീരം നടത്തണം. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താ പറയാ, കൃഷ്ണനെ പോലത്തെ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ കൃഷ്ണനായി മാറി എന്നല്ല. കൃഷ്ണന്റെ ശരീരം എന്താണ്? സച്ചിദാനന്ദമാണ്. അതേപോലെ നമുക്കും സച്ചിദാനന്ദമായിട്ട് ശരീരം കിട്ടും. എന്താ പറയാ, ശാശ്വതമായിട്ടുള്ള അല്ലെങ്കിൽ സച്ചിദാനന്ദമായിട്ടുള്ള അതീന്ദ്രിയമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ. ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ഭൗതിക ലോകത്തിരിക്കുമ്പോൾ കാണാം, അല്ലെങ്കിൽ അതായിരിക്കും ഭൗതികമായിട്ട്, അതായിരിക്കും അതിൻ്റെ ഗുണം. പക്ഷെ ഇതേ ഇന്ദ്രിയങ്ങള് അതീന്ദ്രിയമായ ശരീരത്തിലിരിക്കുമ്പോൾ ഇത് വെറും ഒരു കോൺഷ്യസ്നസ് മാത്രമല്ല, ഒരു ശരീരം തന്നെയാണ്. ആത്മീയമായ ശരീരം തന്നെ നമുക്ക് കൈവരിക്കാം. മായാവാദികളെ പോലെ അവര് ബ്രഹ്മജ്യോതി ലയിക്കുക ശരീരം പിന്നെ ലയിക്കുകയാണ്. ആ ബ്രഹ്മജ്യോതി ലയിക്കുകയാണ്. അത് അങ്ങനെയല്ല.
ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ആത്മീയ ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ പോലത്തെ ക്വാളിറ്റി ഉള്ള അതേ ശരീരം നമുക്ക് ലഭിക്കുന്നു. ആ ശരീരം വെച്ചിട്ട് നമ്മൾ ഭഗവാനായിട്ട് നടക്കണം, അല്ല ഭഗവാനെ സേവ ചെയ്യണം. ഈ അനിമിത്തേന നിമിത്തേന ധർമ്മേന ആരാധ്യം ഹരിയെ ആരാധിക്കുക ചെയ്യണം. ഇവിടെ ഇരിക്കുമ്പോ നമ്മളെ ഭൗതികമായ ശരീരം കൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോഴേ ചിലപ്പോൾ ജീവൻ മുക്ത സ്റ്റേജിലുള്ള ആൾക്കാരുണ്ടാവും. ഒറ്റ നോട്ടത്തിൽ ഭൗതികമായ ശരീരമായിരിക്കാം, ഭൗതികമായ ഇന്ദ്രിയങ്ങളായിരിക്കാം, പക്ഷെ അത് ആത്മീയം തന്നെ. പക്ഷേ 24 മണിക്കൂറും കൃഷ്ണന്റെ സേവയെ മാത്രം ഇരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അവരുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒന്നും ഭൗതികം എന്ന് പറയാൻ പറ്റില്ല. അത് തികച്ച ആത്മീയമാണ്. 100% കണക്റ്റഡ്, എപ്പോഴും ഇൻ കോൺടാക്ട് വിത്ത് കൃഷ്ണ. കൃഷ്ണ ഇസ് സുപ്രീം പ്യൂരിറ്റി. അങ്ങനെ എപ്പോഴും നമ്മൾ 24 മണിക്കൂറും കൃഷ്ണന്റെ സാമ്യം, കൃഷ്ണന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ നമുക്കവിടെ ഭൗതികം അവിടെ വരണം. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ആണെങ്കിൽ ഭൗതികമായ ഇന്ദ്രിയങ്ങളായിരിക്കാം, ശരീരമായിരിക്കാം, പക്ഷേ ഹീസ് ഹാവിങ് സ്പിരിച്വൽ ബോഡി ഉണ്ട്. ജീവഗോസ്വാമി പലപ്പോഴും അതിനെപ്പറ്റി പറയുന്നത്, ശീല പ്രഭുപാദ പല അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഭഗവാന്റെ ആ അവബോധത്തില്ലെങ്കിൽ നമ്മൾ ഏത് അവബോധമായാലും ശരി, അത് സത്വഗുണമാണോ തമോ ഗുണമാണോ രജോ ഗുണമായിക്കോട്ടെ, നമ്മൾ ഒരു ശരീരം സ്വീകരിക്കുന്നു. ഈ ശരീരം സ്വീകരിക്കുമ്പോൾ അതിലിരിക്കുന്ന ഇന്ദ്രിയങ്ങളും വാസനകളും വഹിച്ച് മറ്റേ ശരീരത്തിലേക്ക് പോകണം. അപ്പൊ എങ്ങനെയാണോ വായു ഒരു പൊയ്കയിലേക്കൂടെയോ, താമര പൊയ്ക അല്ലെങ്കിൽ ഒരു സുഗന്ധമായിട്ടുള്ള തോട്ടം അല്ലെങ്കിൽ ചന്ദനമരം നിൽക്കുന്ന കാട്, ഇതിൽ കൂടെ വായു അല്ലെങ്കിൽ കാറ്റിങ്ങനെ പോവുകയാണെങ്കിൽ അതിലത്തെ ആ വാസന കാറ്റ് വഹിക്കുന്നു, വലിച്ചെടുക്കുന്നു. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആ ഗന്ധം കൊടുക്കുകയാണ്. എന്നതുപോലെയാണ് ഈ പറയുന്ന നമ്മൾ പഴയ ശരീരത്തിലിരിക്കുന്ന വാസനയും ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളും അതെടുത്തുകൊണ്ട് നമ്മൾ എവിടേക്ക് പോകണം? നമ്മൾ പുതിയ ശരീരത്തിലിരിക്കുന്നു. ആ ശരീരത്തിൽ നിന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ അതിനെ പറ്റി ക്ലിയർ ആയിട്ട് പറയും എങ്ങനെ പ്രവർത്തിക്കുന്നു. അവിടെ ഭഗവാൻ എങ്ങനെയാണ് ജീവാത്മാവ് ബദ്ധനാകുന്നത്, ബദ്ധനായ ജീവാത്മാവ് എങ്ങനെയാണ് മുക്തനാകുന്നത്, പിന്നീടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ മനസ്സിലാക്കി തരും. അവസാനത്തെ 18-19 ശ്ലോകങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്നത്. കാരണം ഭഗവാനാണ് എല്ലാത്തിൻ്റെയും നാഥൻ എന്ന്, എല്ലാത്തിൻ്റെയും ഉറവിടം ഭഗവാനാണ്. വ്യോമാം എം അസമ്മൂഢ ജാനാദി പുരുഷോത്തമം സ സർവൈ ഭജതി മാം സർവഭാവേന ഭാരത. ആ സ്റ്റേജിൽ ആൾ എത്തുകയാണ്. അങ്ങനെയുള്ള ആളാണ് തിരിച്ച് വീണ്ടും അഞ്ചാം ശ്ലോകത്തിൽ പറഞ്ഞ മാതിരി ഭഗവദ്ധാമനിക്ക് എത്തുന്ന ആൾ അതാണ്. 4-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ടോ, തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗത നിവർത്തിൻ വിഭു തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥാ പ്രവൃത്തി പ്രസുതാ പുരാണി. So we are going back to Godhead. ഏറ്റവും നല്ല കാര്യം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് കൂടുതൽ ജപിക്കാം. അതിന് ഫലാപ്പത്തിന് കിട്ടും. പാരണ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ചോദിക്കും എത്ര മണിക്കാ പാരണ, എത്ര മണിക്കാ പാരണ, ഇന്നലെ പാരണ ചെയ്യണം. ആ പാരണ സമയത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫലം മുഴുവൻ പോയി കിട്ടും. ഏകാദശി ചെയ്തതിന്റെ ഫലം മുഴുവൻ പോകും. അങ്ങനെ അപ്പൊ ഏകാദശിന്റെ ഫലം എന്താ ശരിക്കും? ഏകാദശിയുടെ മഹാത്മ്യത്തിൽ പറയില്ലേ, അത് ആ ഐശ്വര്യം ഉണ്ടാവും, ഈ ഐശ്വര്യം ഉണ്ടാവും, മറ്റേ ഇതൊക്കെ ഉണ്ടാവും. കൃഷ്ണന്റെ പറയുന്ന കാര്യങ്ങളാണ്. കൃഷ്ണനോട് അത് ആർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്? അത് ആർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത്? കർമ്മികൾക്ക് വേണ്ടിയിട്ടാണത്. അതേ സമയത്ത് ഭക്തന്മാർക്ക് എന്താ, അവിടെ 25 മാല ജപിച്ചു, അപ്പൊ തന്നെ വെള്ളം കിട്ടിക്കഴിഞ്ഞു. 16 25 കൂടുതൽ ജപിക്കുന്നവർക്ക് കൂടുതൽ ജപിക്കാം. അങ്ങനെ ജപിക്കുന്ന ആൾക്കാരുണ്ട്. 30, 40, 50 ശ്ലോകങ്ങളൊക്കെ അല്ല മാലകളെല്ലാം ജപിക്കും. അപ്പൊ അവിടെ തന്നെ ആ ഫലം കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇതിന്റെ പാരണ വേണ്ടി വേറൊരു ഫലം ഉണ്ടാക്കണം. അത് ശീലപ്രവാദം പാരണം നോക്കാറില്ല.
എനിക്ക് ദീക്ഷ എന്ന മഹാരാജ് സിദ്ധാർത്ഥ സ്വാമി മഹാരാജ് അവരൊന്നും പറഞ്ഞ ടൈം നോക്കാറില്ല. രാവിലെ എത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പാനിഹട്ടി ത്യോഹാർ ആ മുളത്താവാമ്പലത്തിലാണോ? മുളങ്ങത്താവ് മുളത്താമ്പലത്തില്. മുളത്താവ് നമ്മള് ഇതിന് ജസ്റ്റ് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ്. സൗകര്യം അയ്യപ്പ സ്വാമിയുടെ അയ്യപ്പസ്വാമിയുടെ ആ ജംഗ്ഷൻ തന്നെയാണ്. ജംഗ്ഷൻ ജസ്റ്റ് ഉള്ളത് വളപ്പായ സ്റ്റോപ്പ്. നമ്മൾ പറയുന്ന സ്റ്റോപ്പ് ഞങ്ങൾ മുമ്പുള്ള സ്റ്റോപ്പ്. മുളത്താവ് പറഞ്ഞാൽ മതി. മുളത്താവിന് നമ്മൾ അവിടെ ഉണ്ടാവും. 9:00 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് വാഹനങ്ങൾ വേറെ 2-3 കാർ ഇരിക്കണം. തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വൽ വെഹിക്കിൾസ് തിരിച്ച് ടെമ്പിളിലേക്ക് എത്തിച്ചു വരാം. ഓക്കെ. പിന്നെ അവിടുന്ന് ബസ് കയറേണ്ട ആവശ്യമില്ല. 9:30 എത്താൻ നോക്കുക. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കൂടുതൽ സമയം കിട്ടും. എത്ര സമയം ഉണ്ടാവും പ്രഭുജി? ഇല്ല, ടെമ്പിളിലല്ല മുളങ്ങത്താവ് ക്ഷേത്രത്തില് അവിടെ 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. 9:30 to 10:30. പിന്നെ അതെല്ലാം ഒതുക്കി തിരിച്ച് നമ്മുടെ ടെമ്പിളിൽ എത്തുമ്പോൾ ഒരു 10:45, 11 എടുത്താവും. കുറച്ച് സംഗീതം ചെയ്തതിനു ശേഷം വിൽ ഹാവ് ദ പാസ് ടൈം. 9:30 to 10:30. 9:30 to 10:30 ഞാൻ വിചാരിക്കണം. 9:30 1 മണിക്കൂറേ മാക്സിമം എടുക്കുള്ളൂ. നമുക്കാണെങ്കിൽ അമ്പലം ഒന്ന് പ്രദക്ഷിണം ചെയ്യാം, കീർത്തനം ചെയ്തിട്ട് ഉള്ളില് പ്രദക്ഷിണം ചെയ്തിട്ടാ. അവിടെ കുളമുണ്ട്, നല്ല കുളമാണ്. നമ്മള് പെർമിഷൻ ചോദിച്ചു, എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നല്ലത്. തൃശ്ശൂർ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഒന്ന് പൂന്നത്ത് പോകാം, അല്ലെങ്കിൽ നമ്മള് ശങ്കരൻകുളം. ഇനിയിപ്പോ അത് പോയി കഴിഞ്ഞാൽ ആദ്യം തൃശ്ശൂർ വന്ന് പിന്നെ വേറെ ഓട്ടോ എന്തൊക്കെ എടുത്തിട്ട് പൂന്നത്ത് പോകേണ്ടി വരും. പിന്നെ ആ ഓട്ടോ എടുത്ത് തിരിച്ച് ഇവിടേക്ക് വരേണ്ടി വരും. ഭയങ്കര പാടാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞ കൊല്ലം ശിവക്ഷേത്രത്തിൽ അച്ഛൻ ചെയ്തേ. ഇപ്പം ശിവക്ഷേത്രം കുറച്ചൊരു പക്ഷെ ഇപ്പം ശിവക്ഷേത്രത്തിനേക്കാൾ നല്ല ഇതാണ്. കാരണം ശിവക്ഷേത്രത്തിലും പ്രശ്നമാണ്. കാരണം എല്ലാവരും ആദ്യം ഇവിടെ വരണം, ഇങ്ങനെ വരേണ്ടി വരും. പ്രമാരി അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഓട്ടോ എടുത്ത് ടെമ്പിളിൽ വന്നു. ടെമ്പിളിൽ നിന്ന് വീണ്ടും ഓട്ടോ 2 കിലോമീറ്ററൊക്കെയാണ്. ചിലപ്പോൾ നമുക്ക് മുഴുവൻ നടക്കാൻ പറ്റില്ല. അപ്പൊ വേറെ എന്തെങ്കിലും വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ട് ശിവക്ഷേത്രത്തിൽ പോകണം. അപ്പൊ ഇത് ഏറ്റവും നല്ല ശരിക്കും നമ്മളെ സംബന്ധിച്ച് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് എത്ര ബസ് ഉണ്ടാവും. ആ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മുളത്താറ് കഴിഞ്ഞാൽ നേരെ അവിടേക്ക് എത്തി. ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൊക്കേഷൻ അത് തന്നെയാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. आनंदकोटि वैष्णव की जय, श्रीला प्रभु की जय।